നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസവും സമാനമായി കേസ് ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു ജയസൂര്യക്കെതിരെ. എന്തായാലും വീണ്ടും കേസായിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിനിയായ നടി കരമന പോലീസിലാണ് ഇത്തവണ പരാതി നൽകിയിരിക്കുന്നത്. കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസിന് കൈമാറും എന്നതാണ് വിവരം. കാരണം തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് പരാതി. രാജീവ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായിട്ട്. രാജീവ്, നേരത്തെ രാജീവ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ് എന്ന്. സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ജയസൂര്യക്കെതിരെ വീണ്ടും പരാതി, ലൈംഗിക പീഡന ആരോപണ പരാതി ഉയർന്നു വന്നിരിക്കുന്നതാണ്. നേരത്തെ ഒരു പരാതിയിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു ജയസൂര്യക്കെതിരെ. ഇന്നിപ്പോൾ ഈ ഒരു പരാതി കൂടി വരുമ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ്ദിഖിന്റെ കാര്യവും കൂടെ ഇനി നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. രജനി, തീർച്ചയായും നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കരമന പോലീസ് രണ്ടാമത്തെ കേസ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണ് ജയസൂര്യക്കെതിരെ ഉള്ളത്. കന്റോൺമെന്റ് പോലീസ് നേരത്തെ ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. തുടർന്നാണ് കരമന പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി ലഭിക്കുകയും നടിയുടെ മൊഴി കരമന പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിനുശേഷമാണ് രാത്രിയോടുകൂടി ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു നൽകും. കാരണം തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷന് കൈമാറുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. നടിയുടെ മൊഴി ഇതിനകം തന്നെ കരമന പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ പകർപ്പും തൊടുപുഴ പോലീസിന് കൈമാറുന്നുണ്ട്. ഇതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘവും നടിയുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ ജയസൂര്യ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാലതാമസം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അമേരിക്കയിൽ നിന്ന് ജയസൂര്യ മടങ്ങിയെത്തിയാലുടൻ തന്നെ ജയസൂര്യയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കന്റോൺമെന്റ് പോലീസും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനെതിരെ ശിവറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ജയസൂര്യക്കെതിരായ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പൊതുഭരണ വകുപ്പിന് പോലീസ് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ ഇന്ന് ലഭിക്കുന്നുണ്ട്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാകും ജയസൂര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ജയസൂര്യയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ ലഭിച്ചിരുന്നു. ഈ നടി പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ ആ തീയതികളിൽ, അതായത് നടി പറയുന്ന തീയതികളിൽ തന്നെ മസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററുകൾ പരിശോധിച്ചപ്പോഴാണ് സിദ്ദിഖ് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസത്തിൽ ഒരു ദിവസം, അതായത് നടി പറയുന്ന ഒരു ദിവസം അവിടേക്ക് നടി എത്തിയെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകൾ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റുവാങ്ങിയ പോലീസ് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗവും ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് സിദ്ദിഖിനെതിരായ കേസ് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടത്തുക. അതിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരിന്ന് യോഗം ചേരുകയും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏതായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പിന്നാലെയാണ് നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും കൂടുതൽ കേസുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ഈ കേസുകളെല്ലാം എടുത്തിരിക്കുന്നത്. രാജീവ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെയുണ്ട്. കാരണം ഇന്നലെ മൊത്തം പോലീസ് സുരക്ഷയിലായിരുന്നു തിരുവനന്തപുരത്തെ മുകേഷിന്റെ മാധവം എന്നുള്ളൊരു വീട്. ഇന്ന് രാവിലെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും പോലീസ് അകമ്പടിയോടുകൂടെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ അവിടെയാണ്. ഇപ്പോൾ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ, ഒന്ന് ഈ രാജിയിലേക്ക് നീങ്ങണമെന്നുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്നതിനിടയിലാണ് ഈ 2ാം ദിവസം മുകേഷിന്റെ യാത്ര പോലീസ് അകമ്പടിയോടുകൂടി. എങ്ങനെ നോക്കിക്കാണാം? രജനി, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ മാധവം എന്ന തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു മുകേഷ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല. വൈകിട്ടാണ് അദ്ദേഹത്തിന് 5 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടായത്. ഏതായാലും അതിനുശേഷം ഇന്ന് രാവിലെയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം പുലർച്ചെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്താനാണ് ഈ യാത്രയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകേഷിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുകേഷിന്റെ കൊല്ലത്തെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും വസതിയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാകും.
ഉണ്ടാകുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് മുകേഷിന്റെ 2 ജില്ലകളിലെയും വസതികൾക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറാവുകയോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിരുന്നില്ല. അതിന് പകരമായി അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. മുകേഷ് നിരപരാധിയാണ്, അത് തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ഏതായാലും കോടതിയെ സമീപിച്ച് കോടതി 5 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള തുടർ നടപടികൾ അഭിഭാഷകരുമായി ചർച്ച ചെയ്യും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് പോലീസ് അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും മുകേഷ് രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അത് കാരണമായി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസിന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് 2017-ലും 2022-ലുമാണ് സമാനമായ ആരോപണങ്ങൾ ഉയർന്നത്. അന്ന് പീഡന കേസിൽ ഒരു MLA അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. 1 മാസം ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കോൺഗ്രസിന്റെ ആ MLA രാജിവെച്ചിരുന്നില്ല. പക്ഷേ ആ കാലയളവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്നും MLA-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ കൊല്ലം ജില്ലാ നേതൃത്വം CPM-ന്റെ കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മുകേഷ് ഒഴിയുന്നതാണ് നല്ലതെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. CPI-യും സമാനമായ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് CPM എല്ലാ തരത്തിലും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടെയാണ് മുകേഷ് ഏതായാലും തിരുവനന്തപുരം വിട്ടിരിക്കുന്നത്. കൊച്ചിയിലേക്കാണ് യാത്രയെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. അതേസമയം തന്നെ നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രജനി, ശരി. എന്തായാലും കൂടുതൽ കേസുകൾ, കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയസൂര്യക്കെതിരെയും തിരുവനന്തപുരത്ത് വീണ്ടും രണ്ടാമതൊരു പരാതി കൂടെ. മാത്രമല്ല രജനി പറഞ്ഞൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇന്നലെ മുഴുവനും മുകേഷിന്റെ വീടിന് മുമ്പിൽ മാധ്യമങ്ങൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. വെറും ഒരു നടനം മാത്രമായിരുന്നു എങ്കിൽ അതങ്ങനെ തന്നെ വിടാമായിരുന്നു. പ്രതികരിക്കണമോ വേണ്ടയോ എന്നത് ഒരു പൗരന്റെ സ്വാതന്ത്ര്യമായിട്ട് വിവേചനമായി നമുക്ക് കണ്ടു മാറ്റി നിർത്തായിരുന്നു. പക്ഷെ ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ലോക്സഭയിലേക്ക് വരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോഴും നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ധാർമ്മികത എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുമ്പോൾ ആ ധാർമ്മികത വേണമെന്ന് പറയുന്ന ആളുകളാണ് ഈ ഇടത് സംഘടനാ പ്രവർത്തകർ, ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ പരാതികളുമായിട്ട് ബന്ധമില്ലെങ്കിലും നിയമസഭാ കയ്യാങ്കളി കേസൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. ശരി, രജനി പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിപക്ഷത്തിനോടാവുമ്പോൾ മറ്റൊരു നയവും സ്വയം ആവുമ്പോൾ വേറൊരു നയവും, ഈ നയം അല്ലെങ്കിൽ ഈ ഒരു ഇരട്ടത്തപ്പാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികവുമാണ്. അതുകൊണ്ട് ജനപ്രതിനിധിക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പീഡന പരാതി ആയതുകൊണ്ട് തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് മുമ്പിലെങ്കിലും അതിലൊരു എക്സ്പ്ലനേഷൻ നൽകാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ധാർമ്മികത ഉണ്ട് എന്നത് ഉറപ്പ്. സ്ത്രീപക്ഷ നിലപാടുമായിട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞ് രണ്ടാമത് അധികാരത്തിലേറിയ സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചതെന്നുള്ളൊരു കാര്യം ഓർമ്മിക്കണം. ഈ പീഡന പരാതികൾ വന്നിട്ട് പോലും ജനപ്രതിനിധിയായ മുകേഷിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തത്.